ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുക. കാരണം നമ്മൾ ഈ കുഞ്ഞു ജിഞ്ചർ ബ്രെഡ് വരയ്ക്കുമ്പം ഈ ഈ ഔട്ടർ ഭാഗത്ത് നമ്മൾ വാട്ടർ കളർ കൊണ്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് ഹാർഡാവാതെ വേണം നമുക്ക് വരയ്ക്കാൻ. നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പം നമ്മൾ ഹാർഡായിട്ട് വരച്ചാൽ നമ്മളെ പേപ്പറിൽ അത് കാണും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസാണ് വരയ്ക്കുന്നത്. ഫേസിൻ്റെ ഹാഫാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സീന് നമ്മൾ വരയ്ക്കുന്ന പോലെ. ആൻഡ് ഇനി നമ്മളെ ഈ ഒരു ഹാറ്റില്ലേ, ക്രിസ്മസ് ഹാറ്റ്, അതേപോലത്തെ അതിൻ്റെ ഈ വൈറ്റ് ഫ്ലഫി അത് നമ്മൾ ചെയ്യാണ്. ഈ സ്മോൾ ബോൾ ഓക്കെ. ആൻഡ് ഈ ഒരു സ്പേസില്ലേ, ഇത് നമ്മൾ സ്കാർഫ് വരയ്ക്കുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് ആവാൻ വേണ്ടിയിട്ട് വരച്ചാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരയ്ക്കുന്നത് സ്കാർഫിന് വരയ്ക്കുമ്പോൾ ഇത്രയും ഭാഗമേ പാടുള്ളൂ. ഈ ഭാഗവും കൂടെ നമ്മളുടെ ഫേസിൻ്റെ വന്നാൽ ഒരു ഹാർഡായിട്ടുള്ളൊരു ലൈന് അപ്പോഴത്തേക്കും വരും. സോ ഇതിനങ്ങനെ പതുക്കെ വരയ്ക്കുക. ഇത്രയും വരച്ച് കഴിയുമ്പം നമ്മൾ സ്കാർഫിൻ്റെ ജസ്റ്റ് മടഞ്ഞ പോലത്തെ ഒരു ഭാഗമല്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൈ അത് കൊടുക്കുക. വാട്ടർ കളർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അത് വൈറ്റ് കൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ജിഞ്ചർ ബ്രെഡിൻ്റെ കൈയാണ് വരയ്ക്കുന്നത്. മീൻസ് ഒരു ഹാൻഡിൽ ഫുൾ ഓഫ് ക്രീമാണ്. നിങ്ങൾക്ക് സർക്കിൾ ഈസി ആയിട്ട് വരയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു കുഞ്ഞു മെത്തേഡാണ്. സി പോലെ ഒറ്റൊരു നോർമലായിട്ട് വരയ്ക്കുക. പിന്നെ അതിന് കുറച്ചും കൂടെ കട്ടി ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്നൊരു സർക്കിൾ ഹാഫൊക്കെ കിട്ടും. സോ ഇനി നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ക്യാൻഡി ക്രിസ്മസിലൊക്കെ മെയിനായിട്ട് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാ ഡ്രോയിങ്സിലൊക്കെ കാണുന്നതാണ് ക്യാൻഡി. സോ നമ്മൾ ആ ക്യാൻഡീനെ വരയ്ക്കുകയാണ്. ഇതിൽ വേവി കുഞ്ഞു ലൈൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്ന. ഈ ഒരു ജിഞ്ചർ ബ്രെഡിൻ്റെ ഹാൻഡ് ഈ ക്യാൻഡിയിൽ പിടിച്ചു നിൽക്കുന്നതാണുള്ളത്. അപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കുന്ന പോലെ വരച്ചു കൊടുക്കാം. ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. നമ്മളെ ലെഗ്സിൽ 2 ലെയർ ആയിട്ടുള്ള ക്രീമാണ്. സോ നമ്മൾ ഫസ്റ്റ് ലെയർ ക്രീം, സെക്കൻഡ് നമ്മളിവിടെയാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫേസ്, ചീക്ക്, ഐസ്, ഐബ്രോ, നോസ് ഒക്കെ വരച്ചു. പിന്നെ 2 ബട്ടൺസ്, ബാക്ക്ഗ്രൗണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് കൊടുക്കുന്നില്ല. കാരണം ലീവ്സ്, പിന്നെ ഒരു ക്ലോത്ത് 2 or 3 നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്ന പോലെ കുറച്ച് ട്രീസും കൊടുക്കുക. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ്ങിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ തിക്ക് ബ്രഷസ് എടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇതിൽ എടുക്കുന്നത് 4 എന്ന് പറയുന്ന ആ ഒരു സൈസിലുള്ള ബ്രഷാണ് കേട്ടോ. ദിസ് വൺ. ആൻഡ് ഇതിൽ ഫുൾ ഓഫ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഒന്നും എടുക്കരുത്, കുറച്ച് എടുക്കുക. ഇതിലിപ്പം ഫുൾ ഓഫ് കാണുന്നത് ലൈറ്റ് സ്കിൻ കളറാണ്. ലൈറ്റ് സ്കിൻ കളർ എടുക്കുക. നിങ്ങളെ പാലറ്റിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ആൻഡ് കുറച്ചും കൂടെ എടുത്തിട്ട് ബ്രൗൺ എടുക്കുക. ഒരു മിക്സി ചോക്ലേറ്റ് ഓറഞ്ച് ബ്രൗൺ എന്നാണ് പറയുക. ചോക്ലേറ്റ് ഓറഞ്ച് ബ്രൗൺ അല്ലെങ്കിൽ ജിഞ്ചർ ബ്രൗൺ ഒക്കെ പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഒരു ബ്രൗൺ എടുക്കുക. നമുക്ക് എങ്ങനത്തെ ഷെയ്ഡ് കിട്ടുക വെച്ചാൽ ഈ ഒരു മാറ്റ് ഷെയ്ഡ് കിട്ടും. സോ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ കളർ ഒത്തിരി ഭാഗത്ത് നമ്മൾ സ്പീഡിൽ തന്നെ വെക്കാൻ പാടില്ല. കുറച്ച് സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ. പിന്നെ
അത് അവിടെ നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആ ഭാഗം ഫസ്റ്റ് ഫിനിഷ് ആക്കണം. കാരണം അങ്ങനെ ആക്കിയില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അടയാളങ്ങൾ വരും. അപ്പോൾ അടയാളങ്ങൾ വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ കുറച്ചും കൂടെ ചോക്ലേറ്റ് വെച്ചാൽ ഈ ഒരു കളർ എടുക്കുക, പാലറ്റിലാക്കുക, സ്കിൻ കളറ് അഥവാ ഒരു ലൈറ്റ് ബ്രൗൺ എന്ന് പറയാം, തീം ലൈറ്റ് ബ്രൗൺ ആണിത്. അപ്പോൾ അതിങ്ങനെ കൊടുക്കുക. ആൻഡ് ഇനി ഞാൻ നമ്മളുടെ ജിഞ്ചർ ബ്രെഡ് ഫുള്ള് കളർ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ജിഞ്ചർ ബ്രെഡിൻ്റെ ഫസ്റ്റ് ഈ ഒരു സ്കിൻ കളർ ആൻഡ് ബ്രൗൺ ആയിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഈ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണിന് എടുക്കുക. ചോക്ലേറ്റ് ബ്രൗൺ എടുത്തിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇനി കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഈ ചോക്ലേറ്റ് ബ്രൗൺ ഇനി കൊടുക്കണ്ട. ഷാഡോക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ലെഗിൻ്റെ ഈ ഒരു ജസ്റ്റ് സൈഡിൽ, ഹാൻഡ്, ആൻഡ് ഈ ഒരു ഭാഗം. നമ്മളെ ക്യാൻഡിയിലൊന്നും ആവരുത്, ബട്ട് അതായ പോലെ നമുക്ക് തോന്നുന്ന പോലത്തെ ഷാഡോസാണ്. ഹാൻഡ്, ഇനി നമ്മുടെ ഫേസിൽ ഈ ചോക്ലേറ്റ് ഡാർക്ക് ബ്രൗൺ ആക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം നമ്മൾ ഐബ്രോയിൽ ആയാൽ പിന്നെ അതിനെ കുറച്ചൊന്ന് വൈറ്റ് ആക്കി എടുക്കാൻ കുറച്ച് പണി. ഇതാണ് നമ്മൾ ഔട്ടർ പിങ്ക് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഔട്ടർ സ്കാർഫ് ചെയ്യുന്നത് നോസാണ്. നോസിലും ഇതേ റെഡിനെ ജസ്റ്റ് ഡീപ്പാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നോസിൽ കൊടുക്കുന്നത്. ഒരേ റെഡിനെ തന്നെ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ കളറ് മാറുന്നത് മനസ്സിലാക്കണം. കണ്ടോ, ഞാനതിൽ പിങ്കാന്ന് കൊടുത്ത് എല്ലാവർക്കും തോന്നൂലേ, പക്ഷെ അത് പിങ്കല്ല. ഇനി ഞാൻ വീണ്ടും സൈസ് 4 എടുത്തിട്ട് ഏറ്റവും ഡാർക്കായ ബ്രൗൺ ആണ് ഞാൻ എടുത്തത്. ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ പിന്നെ എടുത്തത്. ആ ബ്രൗണ് നമുക്ക് ഷാഡോ ആയിട്ട് സ്കാർഫിന് യൂസ് ചെയ്യാം. ഇതേപോലെ അത്രയും ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളതാണ് നമ്മൾ ബട്ടൺസിനും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഫസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാം അങ്ങ് ചെയ്തു പോയാൽ. ഹാറ്റിലോട്ടാണ് കൊടുക്കുന്നത്. ഹാറ്റിൽ ഞാൻ ഈ ബോർഡറിങ് മാത്രമാണ് ഡാർക്ക് റെഡിൽ കൊടുക്കുന്നത്. പിങ്ക് മെറൂണാണ് ഞാൻ എടുത്തത്, അതിനെയാണ് ഞാൻ കൊടുക്കുന്നത്. കുറേ വാട്ടർ കളർ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സും ഒക്കെ വരുന്നതായിരിക്കും. ഇത് കണ്ടോ, ഒരു ഡാർക്ക് റെഡ് പോലെ തോന്നും, പക്ഷെ അത് മറൂണാണ്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ലെഗ് മാത്രം ചോക്ലേറ്റ് ബ്രൗൺ ആക്കുക, ഷെയ്ഡ് ചെയ്യുക. ചോക്ലേറ്റ് ബ്രൗൺ സ്ക്വയർ ഷേപ്പാണ്. ഇതിൻ്റെ സൈസ് 6 ആണ് കേട്ടോ. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാട്ടർ ആക്കുക. അത് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം ചെയ്യുക. കുറച്ച് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ബ്ലൂ ആണ് ഞാനിപ്പോൾ ആക്കിയത്. ബ്ലൂ നമുക്കിങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഈ ഒരു ഷെയ്ഡ് ഇങ്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ എങ്ങനെ പറയാം, ഇതൊരു ഇങ്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ക് ബ്ലൂ എന്ന് പറയുന്നത്.
ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ബ്ലാക്കൊന്നും നമ്മൾ വാട്ടർ കളറിൽ മെയിനായിട്ട് എല്ലാവരും സ്പീഡിലെടുക്കുന്നതാണ് ബ്ലാക്ക്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ബ്ലാക്ക് എടുക്കരുത്. ബ്ലാക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ പെട്ടെന്ന് കളറ് ചെയ്ത് കഴിയാൻ എടുക്കുന്നൊരു സാധനമാണ്. നമ്മളിപ്പം മെയിനായിട്ട് ഡാർക്ക് മീൻസ് ഏറ്റവും ഡാർക്ക് ബ്രൗണൊക്കെ വേണം എടുക്കാൻ. ഇങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്കാണെന്ന് വിചാരിക്കും, ബട്ട് ഇറ്റ് ഈസ് ബ്രൗൺ. അപ്പോൾ അതേപോലെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമ്മളുടെ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാവുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ. ഇതേപോലത്തെ കുറേ ക്രോഷ്യോ ഐഡിയാസ്, ക്രാഫ്റ്റ് ട്യൂട്ടോറിയൽസ് ഒക്കെ വരുന്നതായിരിക്കും. ബൈ.